സോ എല്ലാ ദൈവങ്ങളെയും കൂട്ടുപിടിച്ച് ഞാൻ ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാവ നല്ല ഉറക്കമാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് ഞാൻ പറയാം. സോ മീൻവൈൽ വാവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനൊരു കാപ്പി കുടിച്ച് റെഡിയാവാം. ഗുഡ് മോർണിംഗ് തങ്കക്കുട്ടി. Good morning. I love you. அப்போ அச்சா இன்னைக்கு எங்க போறது பாப்பா? எங்க போறது? மம்மா அப்பா கூட கார்ல இல்லடா தங்கம். மம்மா கூட எல்லோ ஷூட்டிங் கூட. പറ്റുകൊണ്ടേ. ഓ ആമാം. അതെന്താച്ചാ അമ്മ കാണിച്ചേ? ദൃഷ്ടി. ആ ദൃഷ്ടി ചുറ്റിപ്പോൾ ഞങ്ങളും കൂടെ ചുറ്റിയതാ തന്നെ ദൃഷ്ടി. അല്ലമ്മ കണ്ണു തട്ടാതിരിക്കാൻ. ചക്കരേ അപ്പു കൂടെ. അമ്മ മടിയിൽ കിടന്നതുകൊണ്ട് അവന് കാലൊക്കെ വേദനിക്കുന്നു. പപ്പ പപ്പ ഹായ് ചൊല്ല. ഹായ് അപ്പ അപ്പ കേൾക്കാം. ചോദിച്ചു തിന്നരാ. സോ അപ്പ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ കേട്ടോ. കാരണം ഞാൻ അപ്പ അപ്പ എന്ന് വിളിച്ചിട്ട് അവനപ്പ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി താത്തയാണ് താത്ത. അപ്പോൾ ഇന്ന് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഡേ. കാരണം എനിക്ക് എക്സൈറ്റ്മെൻറ്റും ആണ്, ഭയങ്കര ക്യൂരിയോസിറ്റിയിലും ഇരിപ്പുണ്ട്. അറ്റ് ദി സെയിം ടൈം ഭയങ്കര ടെൻഷനിലുമാണ്. കാരണം വേറൊന്നുമല്ല, അവയായിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ. അപ്പം എനിക്ക് എങ്ങനെയാണ് അത് നല്ല രീതിയിൽ തന്നെ പോകും എന്നുള്ളൊരു ഹോപ്പിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. സോ നോർമലി ഈ സമയം ടോഷേട്ടനും ട്രിവാൻഡ്രത്തൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോഷേട്ടനും എനിക്കും എങ്ങനെയോ ഡേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ദൈവാധീനം കൊണ്ട് പോയി. ഇപ്രാവശ്യം കുടുങ്ങി. അപ്പം ഹൈദരാബാദ് എനിക്ക് നാളെ ഷൂട്ട് തുടങ്ങും. ഇന്ന് പോകണം, നാളെ ഷൂട്ട് തുടങ്ങും. ടോഷൻ ഇന്നലെ പോയി, ഇന്ന് ഷൂട്ടാണ്. അപ്പം അങ്ങനെ ഇപ്രാവശ്യം കുടുങ്ങിപ്പോയി. സോ ഞാൻ കൊണ്ടുപോയേ പറ്റും. അപ്പം അമ്മയും ഞാനും മോനും കൂടെയാണ് ഇപ്രാവശ്യം ഹൈദരാബാദ് ഷൂട്ടിന് പോകുന്നത്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഗോ വെൽ. എന്തെങ്കിലും കുളമായാലും പ്ലീസ് ജോയിൻ us ആൻഡ് വിഷ് us ഗുഡ് ലക്ക്. സീ യു. എങ്ങനെയൊക്കെ പപ്പ ടീഷർട്ടിൽ ലെറ്റ്സ് ഫ്ലൈ അറൗണ്ട് ദ സിറ്റി. സോ അയാൻ പപ്പാൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞങ്ങളുടെ ഡയപ്പർ ബാഗ് റെഡി, ഞങ്ങൾ റെഡി. ബൈ ബൈ. അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങി. അമ്മയുണ്ട്. ഹലോ അമ്മ. ഓക്കെ. ഭാവിയും അപ്പൊ ഞങ്ങള് മൂന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എനിക്കൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് ഇതൊരു നല്ല എൻജോയബിൾ ട്രിപ്പ് ആയിരിക്കും. എന്തായാലും എൻജോയബിൾ ട്രിപ്പാണ്. പക്ഷെ അതിന്റെ കൂടെ ഉള്ള ചില ബ്ലൂപ്പേഴ്സ് എന്തായാലും കാണും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഓൺ ദ വേ ഞാൻ പറയാം, അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് അവിടെ ഒരാൾ ടോഷയുടെ ഭയങ്കര മിസ്സിങ് മോഡിൽ നിൽക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ഷൂട്ടിലാണ് ആള്. ട്രിവാൻഡ്രത്ത് ഷൂട്ടിലാണ് ടോഷേട്ടൻ. സോ ആള് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രിപ്പ് പോയി ഫസ്റ്റ് ഫ്ലൈറ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെയൊന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. സോ ഞങ്ങൾ എയർപോർട്ട് എത്തി. ബാഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യണം. മോനെ എല്ലാം ഇപ്പോൾ പുതിയ സംഭവങ്ങളാണേ. അപ്പം ഈ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവിടെ ഓരോന്നും ഇങ്ങനെ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഓരോ കാര്യങ്ങൾ അറിയാൻ. ആൻഡ് അവൻ ആദ്യമായിട്ടാണ് ഒരു പ്ലെയിൻ കാണുന്നത്, ഒരു ഫ്ലൈറ്റ്, ഒരു എയറോപ്ലെയിൻ കാണുന്നത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഭീകരമായിരുന്നു കേട്ടോ.
and we totally loved watching him know new things. അപ്പോൾ അതെനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അവൻ ഹി വാസ് വെരി ക്യൂരിയസ്, എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാം പോയി ഇങ്ങനെ നോക്കി അവൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് വെരി 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 ബ്യൂട്ടിഫുൾ. അച്ഛമ്മ അത് ഇന്നത് ആൻഡ് അവന് മാക്സിമം ഞാൻ അവിടെ ഓടാനും നടക്കാനും ഒക്കെ വിട്ടു, ഞാൻ ഫ്രീ ആയിട്ട് വിട്ടു. കാരണം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ അവന് പറ്റുമെങ്കിൽ അവൻ ഉറങ്ങിയാൽ അത്രയും മോന് കംഫർട്ടബിൾ ആയിരിക്കും. എനിക്കറിയില്ല, ചിലപ്പം എയർ പ്രഷർ കാരണം ചെവി അടയാനും ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ ഐ ജസ്റ്റ് അലൗഡ് ഹിം ടു ഗെറ്റ് ടയേർഡ്. നന്നായിട്ട് കളിച്ച് ടയേർഡ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. ബട്ട് ഹി വാസ് ഹാപ്പിലി വാക്കിംഗ് അറൗണ്ട്. ടയേർഡൊന്നും ആയില്ല. പക്ഷെ നല്ല എല്ലാവരായിട്ടും കൂട്ടുപിടിച്ച് കമ്പനി പിടിച്ച് എല്ലാവരും അറ്റൻഷൻ ഡ്രോ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, പോക്കറ്റിലൊക്കെ കൈ ഇട്ടിട്ട് ആശാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ്, ചെത്താണ്. അപ്പോൾ അങ്ങനെ അതായത് പറക്കാട്ടാണ്, പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോറാണ്, എയർപോർട്ടിലെ സ്റ്റോറാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചുമ്മാ എക്സ്പ്ലോറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ഡിസൈൻസുമൊക്കെ. മീൻ വൈൽ ഹി വാസ് വാക്കിംഗ് അറൗണ്ട് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. എത്ര പേരാണെന്നറിയോ, കൊച്ചു കുട്ടികളൊക്കെ പോയി ഫ്രണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എയർപോർട്ടിൽ വന്നപ്പോൾ ആശാൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ, എൻ്റെ അമ്മോ, വിലസിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മമ്മി Papa has gone for shooting. Papa എங்கே இருக்க? Hello. ഇവന് എങ്ങനെയെങ്കിലും ടയർഡാക്കണം. ടാറ്റാ ചെല്ല്. ഉമ്മ ഉമ്മ. ഓ ഹായ് അമ്മ അമ്മ അമ്മ. സോ അയാൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എനിക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വിഷയമാക്കണം എന്നുണ്ടായിരുന്നു. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്തു. ആൻഡ് ഐ ആസ്ക്ഡ് ദ ക്യാബിൻ ക്രൂ ടു സൈൻ ഇറ്റ് ഫോർ അസ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ്
ഉറങ്ങി കിട്ടിയാൽ ഞാൻ ജയിച്ചു. ഞാൻ ജയിച്ചില്ല, ഉറങ്ങിയില്ല. ഫുൾ കളിയായിരുന്നു. കളി മാത്രമല്ല, എല്ലാവരുടെയും അറ്റൻഷൻ ഡ്രോ ചെയ്തുകൊണ്ട് എന്താ പറയുക, ഫുൾ ആക്റ്റീവ് എന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് ആക്ച്വലി കുറച്ച് ക്രാംഡ് ആയിരുന്നു ഫ്ലൈറ്റ്, ഭയങ്കര തിരക്കുമായിരുന്നു. ബട്ട് സ്റ്റിൽ വി മാനേജ്ഡ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ടേക്ക് ഓഫിന് സമയമായി ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി അയാൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഇനി എത്ര ഫ്ലൈറ്റ്സ് ഉണ്ട്, എത്ര ഫ്ലൈ ചെയ്യും കുഞ്ഞ് അല്ലേ. സോ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. അപ്പോൾ ഇനിയും ഞാൻ ആസ് എ മദർ ഞാൻ അവന് വിഷ് ചെയ്യാണ്. കുറേ ഫ്ലൈറ്റ്സ് അവനെടുക്കണം, നിറച്ച് ട്രാവൽ ചെയ്യണം. ബീറ്റ് ഫോർ വർക്ക്, ഫോർ സ്റ്റഡീസ്, ഫോർ ലീഷർ, എന്തായാലും നന്നായിട്ട് ട്രാവൽ ചെയ്യണം. സോ അത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ അവന് കൊടുക്കുന്ന ബ്ലെസ്സിങ് ആണ്. ആൻഡ് ഇറ്റ്സ് എ പ്രയർ ദാറ്റ് he travels the world. Have a good your seats to take off and for cabin clearance. Thank you. ഇത്ര ദൂരം നടക്കണം. ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം നടക്കണം. ശരിക്കും ഞാൻ എപ്പോഴും കളിയാക്കി പറയും, എൻ്റെ പീഡോമീറ്ററിൽ 10,000 സ്റ്റെപ്സ് ആകും, അത്രയും ദൂരമുണ്ട്. അപ്പോൾ അമ്മയും വാവയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ബഗ്ഗി എടുത്തു. സോ വി ഗോയിങ് ഇൻ എ ബഗ്ഗി. റാഷൻ കാറിൽ പോകുന്ന ഒരു സന്തോഷത്തിലാണ്. എന്തായാലും മോന് എൻ്റർടൈൻ ചെയ്യാനുള്ള പലതരത്തിലുള്ള ട്രിക്സ് ഞാൻ ഈ ട്രിപ്പിൽ കണ്ടുപിടിച്ചു. ഹലോ, ഹായ്. അങ്ങനെ ഒരു വലിയ പരാക്രമം കഴിഞ്ഞ് ഞങ്ങൾ ഹൈദരാബാദ് എത്തി. കുറച്ചുകൂടെ ലൈറ്റിംഗ് ഉള്ള. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തു, കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കാർ എത്തി. സോ കാർ എത്തിക്കഴിഞ്ഞു. ഇവിടെ ആക്ച്വലി സ്റ്റേ എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് സ്റ്റേ ആണ്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, ഷെയറിംഗ് ബേസിസ് ആണ്, പക്ഷേ നല്ല അപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഒരു ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നൊരു ഫീലല്ല, നല്ലൊരു കുറച്ചും കൂടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റൊക്കെയാണ്. ആൻഡ് നല്ല സെൻട്രലാണ്. സോ അടുത്ത് തന്നെ എല്ലാം കിട്ടും എന്നുള്ളൊരു സമാധാനമുണ്ട്. മോൻ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ കിട്ടും എന്നുള്ള സമാധാനമുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വി ആർ ഗോയിങ് ടു ഹാവ് എൻ അമേസിങ് ഷെഡ്യൂൾ ദിസ് ടൈം. മോനെയും കൊണ്ട് ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സീ യു ഓൾ. താങ്ക് യു.